ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് റിയാദിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടിലാണ്. ഈ ഒരു ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഇത് എവിടെയാണെന്ന്. ഇനി ഗസസ്, നമ്മളിപ്പോൾ ഉള്ളത് റിയാദിലെ ഹീറ്റ് കേവ് എന്ന് പറയുന്ന ഒരു കിഡിലൻ സ്പോട്ടിലാണ്. ഒരു മലയുടെ ഉള്ളിലുള്ള ഒരു വാട്ടർ ബോഡിയൊക്കെ വരുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട്. റിയാദിൽ നിന്ന് ഈസ്റ്റേൺ റിംഗ് റോഡിൽ മറ്റേ ന്യൂ ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ട് ഒരു 60 കിലോമീറ്റർ, ടൗണിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്ററോളം മാറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നേരത്തെ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു വെള്ളമോ കാര്യങ്ങളൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വഴിയാണ് നമുക്ക് അങ്ങോട്ട് കയറാനുള്ളത്. നമുക്ക് കയറി നോക്കാം. കയറിയിട്ട് ഏകദേശം പകുതിയായി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ റിവ്യൂ കാണിച്ചു തരാം ഞങ്ങൾ. അവിടെ കണ്ടോ, അത് ഫുള്ള് നമ്മളെ KGF റോക്കി പായുടെ സാമ്രാജ്യം പോലെ തോന്നുന്നില്ലേ. ചിലപ്പോൾ നമ്മൾ ഇതിലെ വരുമ്പോൾ ഇങ്ങനെ കയറാനുള്ളൊരു വഴിയാണ് ഇവിടെ ഇവരെല്ലാവരും പറയണത്. മാഷാ സദീഖ്, കോയിസ് അതിലെ 100 ഇറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് കയറിയിട്ട് അവിടുന്ന് റൈറ്റ് എടുക്കുന്ന ഒരു വഴിയുണ്ട്. കുറച്ചുകൂടെ മല കയറണമെന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മാർഷൽ അവിടെ കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടുന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ ഉണ്ട് ഫെൻസ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിലെ വന്നിട്ട് ഈ വഴി കയറി ഇതിൽ തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരോട് പറയാനുള്ളത്, ഇതൊരു ബാൻഡായിട്ടുള്ളൊരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് മുന്നേ എന്തോ ഒരു അപകടം എന്തോ സംഭവിച്ചതിൻ്റെ ശേഷം ഗവൺമെൻറ് വന്ന് മൊത്തം ഫെൻസൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടുള്ള എൻട്രി അത്രത്തോളം ഈസി അല്ല. ഫാമിലി ആയിട്ട് വരുന്നവർക്കൊന്നും അത്രത്തോളം ഒരു ഈസി ആയിട്ടുള്ളൊരു ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് അല്ല. ഓക്കെ, ആ ഫെൻസ് കെട്ടിയ ഭാഗം മൊത്തം കവർ ചെയ്തിട്ട് നടന്ന് ഏകദേശം അതിൻ്റെ ഒരു എൻട്രി പോയിന്റ് എത്തി. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാണ് ഇതിലെ വ്യൂ. മലയുടെ ടോപ്പ് നമുക്ക് എന്താ പറയുക, വളരെയധികം ടോപ്പിലാണ് നമ്മൾ ആ മലയുടെ വ്യൂ അറ്റുള്ളത്. പിന്നെ താഴെയുള്ള ഒരു വാട്ടർ ബോഡിയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഏകദേശം നേരെ ഒരു 30 മീറ്റർ മുന്നിലാണ് നമ്മുടെ സ്പോട്ട് വരുന്നത്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് കുളിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അത് ബാൻഡാണ് തോന്നുന്നു. അവിടെ എന്താ പറയുക, ബോർഡും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. ഇവിടെ നീന്തുന്നതും കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നിയമങ്ങൾ അനുസരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ കാഴ്ച എൻജോയ് ചെയ്യുക, വേഗം ഇവിടുന്ന് പോവുക, അതാണ് നമ്മുടെ പരിപാടി. ഓക്കെ ഗൈസ്, അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏകദേശം ഈ ഒരു സ്പോട്ട് വരെയാണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് ഇനി ഏകദേശം ആ കാണുന്ന അത്രത്തോളം ദൂരം നമുക്ക് പോകാനുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് ഡേഞ്ചറാണ് ഏരിയ. അവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും ചെയ്യരുത്. ഇവിടെ വന്നിട്ട് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നീന്തരുത്, ഇത് വന്ന് ചാടരുത് എന്ന്. ഓക്കെ, അപ്പോൾ ഫാമിലി കാര്യങ്ങൾക്കൊന്നും ഇത് എത്രത്തോളം റെക്കമെൻഡഡ് അല്ല. ബാച്ചിലേഴ്സിനൊക്കെ വേണമെങ്കിൽ ഒരു 1 ടൈം ആയിട്ട് വന്നിട്ട് കൊണ്ടുപോകാം. എന്നുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു വലിയ കിണറിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീല് പോലെ നൈസാണ്. ബട്ട് ഇതെങ്ങനെയാണ് ഇത് ഉണ്ടായതെന്നൊന്നും അറിയില്ല. ഈ ഒരു കല്ല് വെട്ടി ഇതായതാണോ അതോ വേറെ എന്തെങ്കിലും പ്രതിഭാസമാണോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ നല്ല റിവ്യൂ ഉണ്ടല്ലേ, ഒരു ചെരിഞ്ഞ ഒരു കിണറിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ. അവിടെ ഇങ്ങനെ ഒരുപാട് കിളികൾ അട്ടമിട്ട് പറക്കുന്നുണ്ട്. ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ക്യാമറയിൽ ഇഷ്ടം പോലെ കിളികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കിളികൾ. ഇവിടെ നിന്ന് മൊത്തം നോക്കുമ്പോൾ അങ്ങനെ ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു ചെരിഞ്ഞ ഒരു കിണർ ഇങ്ങനെ വരുമ്പോൾ ആ കാണുന്നതാണ് സ്പോട്ട്. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ നീന്തുന്നും കുളിക്കുന്നൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 10-30ഓളം ആൾക്കാർ കുളിക്കുന്നുണ്ട്. മലയാളീസിനാരും കണ്ടില്ല. ഒക്കെ ബംഗ്ലാദേശ് പാകിസ്ഥാനി ടീംസാണല്ലോ. ഇപ്പോൾ നമ്മൾ ഏകദേശം അവിടെ കണ്ട് പുറത്തിറങ്ങി.
പറയാനുള്ളത് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് തീരെ അഡ്വൈസബിൾ അല്ലാത്ത ഏരിയയാണ്. ബാച്ചിലേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ ഒരു 1 ടൈമിനൊക്കെ ഓക്കെ. പിന്നെ നീന്തുന്നവരുണ്ട്, വെള്ളത്തിൽ ഇറങ്ങുന്നവരുണ്ട്. ഇറങ്ങരുത് നീന്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വെയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്, ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. ഓക്കെ.